ഇവരെയൊക്കെ കാണുമ്പോൾ ഒരു വല്ലാത്തൊരു സന്തോഷമില്ല പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അല്ലേ രഞ്ജിത്ത്? നമ്മൾ എക്സസൈസ് ചെയ്യാതെയാണ് ഞാനും രഞ്ജിത്ത് രാവിലെ വന്നിരിക്കുന്നത്. രാവിലെ നമ്മുടെ എക്സസൈസിന്റെ ടൈം നഷ്ടപ്പെട്ടു. രാവിലെ തന്നെ ചെയ്യണമെന്നില്ല, നമുക്ക് ഒരു സമയം കണ്ടെത്തി ചെയ്താൽ മതി. അത് ഏത് സമയമാണ് ഉദ്ദേശിച്ചത് രഞ്ജിത്തിന്റെ കാര്യത്തിൽ? ബാക്കിയുള്ളവർക്ക് മോട്ടിവേഷൻ. അതെ 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 അതെ. പക്ഷെ മാത്രമല്ല, ഞാൻ ഈ പറഞ്ഞത് സത്യമായിട്ടോ, നമ്മൾ ഈ എക്സസൈസ് ചെയ്യുന്ന ആൾക്കാരെ കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ്. നമ്മൾ കുറച്ചു നേരം അവരെ കണ്ടുകൊണ്ടിരുന്നാൽ പോലും നമുക്കൊരു എക്സസൈസ് വന്ന പോലെ തോന്നും. എക്സസൈസ് ചെയ്യാനുള്ള പ്രേരണ ഉണ്ടാവും. അതെ, 100%. അപ്പോൾ അത് സന്തോഷമുള്ള കാര്യമാണ്. ഇങ്ങനെയുള്ള മനുഷ്യരുടെ ദീപക് എപ്പോഴും ഫിറ്റാണ്. ഷുഗർ കട്ടായി. ഓക്കെ, അത് പ്രേക്ഷകരുടെ അടുത്ത് നമുക്ക് പറയാനുള്ളത് അനാവശ്യമായിട്ട് ഈ പഞ്ചസാര വാങ്ങിച്ച് കഴിക്കാതിരിക്കുക എന്നുള്ളതാണ് നല്ലത്. ഹലോ, ഹാപ്പി ഈസ്റ്റർ. എന്താ കുഞ്ഞിന്റെ പേര്? ബി വി ഫാത്തിമ. എവിടെ വീട്? ഇവിടെ തന്നെയാണ് അല്ലേ? ഓക്കെ, നമസ്കാരം. ബി വി ഫാത്തിമ രാവിലെ നടക്കാൻ തുടങ്ങിയെന്ന് തോന്നുന്നു. ആണോ? ഡെയിലി വരാറുണ്ടോ? ഉണ്ട്. നമസ്കാരം ഉമ്മ. കോതമംഗലത്ത് നിന്നാണോ? ആഹാ, രാവിലെ മക്കളുടെ വീട്ടിലോട്ടാണ് വന്നാണോ? ബീച്ച് കാണാൻ വേണ്ടി വന്നാ? എന്താ ചെയ്യണേ? കൂലിപ്പണിയാ? അവിടെ കോതമംഗലത്താ വീട്? എന്താ പേര്? എൻ്റെ പേര് കരീം. ഷജീന. ഇവിടെ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ഞങ്ങൾ പിള്ളേർ സഹിതമുണ്ട്. പിള്ളേരൊക്കെ ഉണ്ട്. എപ്പോഴാണ് എത്തിയ കോതമംഗലത്ത് നിന്ന്? അവിടെ പോകുന്നു. 5 മണി ആയപ്പോഴത്തേക്ക്. എത്ര കുടുംബമായിട്ട് വന്നോ അതോ നാട്ടുകാരായിട്ട്? കുടുംബമായിട്ട്. ആണോ? അപ്പം എന്താ ചെയ്യുന്നത്? കൂലിപ്പണിയാണ്. ഉമ്മയ്ക്കോ? ഞാൻ ഒരു കളക്ഷൻ ഏജന്റ്, ബാങ്കിലെ കളക്ഷൻ ഏജന്റ്. കൊള്ളാം അല്ലേ? നമ്മൾ നേരത്തെ ഒരു കട നടത്തിയിരുന്ന ചേട്ടന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ? ഒരുപാട് യാത്ര ചെയ്യാൻ ആഗ്രഹമുള്ള. നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ ഒരുപാട് ആഗ്രഹമുണ്ട് മനുഷ്യരാ? ആണോ? നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്? ഞങ്ങൾ മിനിഞ്ഞാന്ന് പോയേക്കുമായിരുന്നു. ഞങ്ങൾ ചെറായി അതുപോലെ അങ്ങനെയൊക്കെ കറങ്ങിയിട്ടാണ്. അത് ഈ വെക്കേഷൻ ആയതുകൊണ്ട് പോകുന്നതാണോ അല്ലാതെ പോവോ? വെക്കേഷൻ ആയതുകൊണ്ട് കുട്ടികളൊക്കെ ഉണ്ട്. ഇല്ലെങ്കിൽ ഞങ്ങൾ ബൈക്കിനാ പോണേ. പൊളി. ഞാൻ പേരൊന്നുകൂടി ചോദിക്കട്ടെ. കരീമും ഷജീനയും. കരീം ഷജീന എത്ര വർഷമായി കല്യാണം കഴിച്ചിട്ട് കൂടെ കൂട്ടിയിട്ട്? 88 അല്ലേ? അപ്പൊ ഏകദേശം 88, 12, 37 വർഷം അല്ലേ? 37 വർഷമായിട്ട് കരീം സജിനെ കൊണ്ട് നടക്കാണ്. പൊന്നു പോലെ നോക്കുന്നുണ്ടെന്ന് മനസ്സിലായില്ലേ അല്ലേ? കൂലിപ്പണി എടുക്കുകയാണ് കരീം. കളക്ഷൻ ഏജന്റായിട്ട് വർക്ക് ചെയ്യാണ് നമ്മുടെ ചേച്ചി. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവരുടെ ഇങ്ങനെ യാത്ര പോകും, ഇടയ്ക്കിടയ്ക്ക് യാത്ര പോകും അല്ലേ? സ്ഥലങ്ങളൊക്കെ കാണും, ഇടയ്ക്ക് എന്തെങ്കിലും ചെറിയ ഭക്ഷണമൊക്കെ വാങ്ങിച്ച് കഴിക്കും. സ്ഥലങ്ങളായിരിക്കും, എന്നാൽ തന്നെ ഒന്ന് പോകും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെല്ലാം ഇത്രയൊക്കെ കഴിഞ്ഞിട്ടും ഇങ്ങനെ വീട്ടിലിങ്ങനെ അടച്ചുകൂടിയിരിക്കുന്ന മനുഷ്യരുണ്ടാവും. അവരുടെ എന്താ പറയാനുള്ളത്? ശരിക്കും പുറത്തോട്ടൊക്കെ പോകണമെങ്കിൽ ഇറങ്ങണം. ഇനിയിപ്പോ 50-60 പൈസക്ക് എത്ര കാലം അല്ലേ? അപ്പൊ ഈ കടലൊക്കെ ഒന്ന് കാണണം. കോഴിക്കോട് ബീച്ചിൽ ആദ്യമായിട്ടാണോ? അല്ലല്ലോ, ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. യാത്ര കഴിഞ്ഞ് ഇന്ന് വൈകുന്നേരം പോവോ അതോ നാളെ പോകുന്നു? രാത്രി പോകണമെന്ന് വിചാരിക്കുന്നു. രാത്രി പോകണം. നാളെ ഞങ്ങൾക്ക് പണിയുള്ളതാണല്ലോ, പിന്നെ ഇന്ന് വൈകുന്നേരം പോകും. അപ്പൊ അതാണ് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം അല്ലേ? അപ്പൊ കൊള്ളാം. കരീക്ക പറഞ്ഞതുപോലെ ബൈക്കിൽ ഇങ്ങനെ പോവുക. 37 വർഷമായിട്ട് കൂടെ കൊണ്ട് നടക്കുകയാണ്. മനോഹരമായ കാര്യമാണ് അല്ലേ? ഇതൊക്കെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമ്മൾ നൽകുന്നത്. നമ്മളൊക്കെ ചിലപ്പോൾ വിചാരിക്കും ജീവിതത്തിൻ്റെ പ്രാരാബ്ദങ്ങൾക്കിടയിലോ ഈ ജീവിതം കഴിഞ്ഞുപോയി, അങ്ങനെ കരുതരുത് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ജീവിതം തുടങ്ങുന്നത്, നമ്മുടെ യാത്ര തുടങ്ങുന്നത് കരീമൊക്കെ പറയുന്ന പോലെ ഈ പ്രായത്തിലൊക്കെ ആയിരിക്കും. അല്ലെന്ന് ആര് കണ്ടു? ഏറ്റവും സുന്ദരമായ കാഴ്ചകളുമായി നമ്മൾ യാത്ര തുടരും.